കോൺഗ്രസ് ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു 110 സീറ്റ്, CPM പറയുന്നത് കേട്ടു 100 സീറ്റുകൾ. എങ്ങനെയാണ് ജനം ചിന്തിച്ചിരിക്കുന്ന കാര്യം, ജനം വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ മേലെ കയറിപ്പോയിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് 100 കിട്ടും, ഞങ്ങൾക്ക് 110 കിട്ടും എന്ന് പറയുമ്പോൾ തികച്ച അഹങ്കാരം. ഇവർ നേട്ടങ്ങൾ നേടിയെന്ന് ഈ പോസ്റ്റർ യുദ്ധം നടത്തുമ്പോൾ ഇവരാകെ വിജയിക്കുന്നത് എവിടെയാണ്? ബാനർ പൊന്തിക്കുന്നതിലും പോസ്റ്റർ വയ്ക്കുന്നതിലും വലിയ ഹോർഡിങ്സ് പൊന്തിക്കുന്നതിലുമാണ്. ഇവർ ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു തലമുറ കടത്തിലാവാണ്. ഒരു കുട്ടിയുള്ള ആൾക്ക് രണ്ടാമത്തെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടെന്നേ. പക്ഷെ പ്രശ്നം, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ബീജാവാപം നടത്താൻ അവന് ധൈര്യമില്ല. ആ കുട്ടിയും കടത്തിലേക്ക് പ്രസവിച്ചു വീഴുകയാണ് കേരളത്തിൽ. തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കൂടെ തന്നെയല്ലേ CPM ഉള്ളത്? രാജസ്ഥാനിലെ ശിക്കാർപൂരിലെ ഇവർ വിജയിച്ചത് എങ്ങനെയാണ്? CPMന് കോൺഗ്രസ് കൊടുത്ത ഔദാര്യ സീറ്റല്ലേ, അതിലല്ല അവർ ജയിച്ചു വന്നത്. പാർട്ടി പ്രവർത്തകർക്ക് ആത്മവീര്യം കൂടുകയല്ലേ ചെയ്യുക. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ വരെ കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും ഉന്നത മേഖലയിലുള്ള ആളുകൾ അവർ റിട്ടയർ ആയതിനു ശേഷം BJPയിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഈ ആശയ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് ഇവിടെ എത്തി നിർത്തുന്ന സമയത്ത് അതിനെ പുൽകാനും അതിൽ ലയിക്കാനും അതിനെ നയിക്കാനും പ്രാപ്തിയുള്ള ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ കാലത്ര എടുത്ത വർക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ്. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് ഗുണം ചെയ്യുക BJP സ്ഥാനാർത്ഥികൾക്കും NDA മുന്നണിക്കും. വോട്ട് ഷെയർ വർദ്ധിക്കുക മാത്രമല്ല, ജയിക്കുക മാത്രം ചെയ്യണം. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം എനിക്ക് മനസ്സിലായി. ഒരു സംശയവും വേണ്ട. അത് LDFനും UDFനും അല്ല ഗുണം ചെയ്യുക. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക BJPക്കാണ് ഗുണം ചെയ്യുക. നമസ്കാരം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാനും പുതിയ മുന്നേറ്റത്തിനും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വയ്ക്കുന്നു. BJPയുടെ വക്താവ് ഉല്ലാസ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. എത്രത്തോളം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP NDA സാധ്യത? അല്ല, ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഫൈറ്റാണ്. കാരണം ഒരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ, ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കാലങ്ങളായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കണം. UDF ഏത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്? 1 ജമാഅത്തെ, 2 SDPI, 3 മുസ്ലിം ലീഗ്, 4 വെൽഫെയർ, 5 PDP. ഇവരൊക്കെ ഒരു കാലുമേ SDPI, ഒരു കാലുമേ ജമാഅത്തെ, ബാക്കിൽ മുസ്ലിം ലീഗ് ഇത്യാദി മതവർഗീയ രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അവരൊരു മൂടുപടത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുകയാണ്. കൃത്യമായ മതം തന്നെയാണ്, കൃത്യമായ വർഗീയത തന്നെയാണ്. ആ വിഭാഗത്തെ കൈകാര്യം ചെയ്യുക, അവരെ കൺസോളിഡേറ്റ് ചെയ്യുക, അവരെ വോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് UDFൻ്റെ നിലപാടെന്ന് പറയപ്പെടുന്നത്. അല്ലാതെ 10 വർഷക്കാലം കേരള രാഷ്ട്രീയത്തിനകത്ത് പ്രതിപക്ഷത്തിരുന്നിട്ട് ആ പ്രതിപക്ഷത്തിരുന്ന് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ ജനങ്ങളെ കാണുന്നത്. LDFനെ സംബന്ധിച്ച് എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ തുടർഭരണത്തിന് വേണ്ടി എന്നാണ് പറയുന്നത്. എവിടെയാണ് നമ്മൾ തുടർഭരണം? നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു രാഷ്ട്രീയ ശൈലിയൊക്കെ വിട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നം പറയാം. അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാർ 10 വർഷം മുൻപ് പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോഴും ഇന്നും നിങ്ങളൊന്ന് തുലനം ചെയ്ത് നോക്കുക. സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഓരോ സെക്ടർ നിങ്ങൾ എടുത്തെടുത്ത് പരിശോധിക്കുക. കുടിവെള്ളമില്ലാത്തവൻ അന്നും കുടിവെള്ളമില്ല, ഇന്നും കുടിവെള്ളമില്ല. റേഷന് ബുദ്ധിമുട്ടുള്ളവൻ അന്നും ബുദ്ധിമുട്ടാണ്, ഇന്നും ബുദ്ധിമുട്ടാണ്. ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന കൂലി പോലും ഇന്ന് ഇവിടെ പണിയെടുക്കുന്നവന് കിട്ടാത്ത സാഹചര്യം. ആശാ വർക്കർമാർ 285 ദിവസം തുടർഭരണം ആഗ്രഹിക്കുമ്പോൾ വികസനം എന്നല്ല അവർ പറയുന്നത്. ഇവർ 285 ദിവസത്തോളം ആശാ വർക്കർമാർ കിടത്തിയ കേരളമാണ്. നേഴ്സിംഗ് കുട്ടികൾ, അവർ മാലാഖമാർ എന്നാണ് വിളിക്കുന്നത്. അവർ ശമ്പളത്തിന് വേണ്ടി സമരത്തിലിരിക്കുന്ന കാലഘട്ടമാണത്. PSC എഴുതിയ മക്കൾ ഇവിടെ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. മുട്ടിലിഴഞ്ഞു നോക്കി, അവർ ശയനപ്രദക്ഷിണം നടത്തി നോക്കി, അവർ സമരം ചെയ്തു നോക്കി. അങ്ങനെ ഗതികേടാണ് അവർക്ക്. മറ്റൊരു വിഭാഗം ആരോഗ്യ സെക്ടർ നിങ്ങളെടുത്തോ. ആരോഗ്യ സെക്ടറിനകത്ത് ഇവർ 1-ാം നമ്പർ ആരോഗ്യമെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 21 മന്ത്രാലയങ്ങളെ നമ്മളെടുത്ത് നോക്കുമ്പോൾ, ആ മന്ത്രാലയങ്ങളുടെ വിവിധ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെടുത്ത് നോക്കുമ്പോൾ ഏത് പ്രവർത്തനമാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചത്? ഇവരാകെ പ്രവർത്തിച്ചത് ബോർഡുകൾ വയ്ക്കാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങ് യാത്ര ചെയ്തിട്ടുണ്ടാവും. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബോർഡുകൾ വയ്ക്കുക, ഒരുപാട് നുണപ്രചരണങ്ങൾ നടത്തുക. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം നാളിന്ന് വരെയുള്ള ഇവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾക്ക് ഗുണകരമായ കാര്യം ചെയ്തു, എത്ര ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവർ പറഞ്ഞ തട്ടിപ്പ് കണക്കല്ല. ഞാനും നിങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട്, ഇപ്പം അങ്ങ് ഒരു പ്രത്യയശാസ്ത്രത്തെ ബഹുമാനിക്കുന്നുണ്ടാവും, ഞാനൊരു പ്രത്യയശാസ്ത്രത്തെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ US, UK, അയർലൻഡ്, പോളണ്ട്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇത്യാദി സ്ഥലങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ പോവുകയാണ്.
കയറിപ്പോകുമ്പോൾ അതിന് കൊടി കാണിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പരം പ്രബുദ്ധ കേരളം എത്രത്തോളം തല താഴ്ത്തണം? ഇവരെന്താണ് പറയുന്നത്? ലോകം കേരളത്തെ നോക്കി നിൽക്കുന്നു എന്നാണ്. നല്ല അടിയല്ലേ ഇവരടിക്കേണ്ടത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ലോകം കേരളത്തെ നോക്കി നിൽക്കുന്നു? ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കേരളത്തിലെ 21 മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ വളരെ സ്തബ്ധരായി എന്നാണ് ഇവർ പറയുന്ന തട്ടിപ്പ് എന്ന് പറയപ്പെടുന്നത്. ഏത് മന്ത്രിയെ നിങ്ങളൊന്ന് എടുത്തു നോക്കി. കായിക മേഖലയും യുവജന മേഖലയും കൈകാര്യം ചെയ്തൊരു മന്ത്രിയെടുക്കും. ഖേലോ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികളിൽ ചാടാനും ഓടാനും നടക്കാനും എറിയാനും കളിക്കാനും പ്രാപ്തിയുള്ള മിടുക്കൻ കുട്ടികളും മിടുക്കികളുമുള്ള കേരളത്തിലെ അവർക്കതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ 10 കൊല്ലം പരാജയപ്പെട്ട് തലകുനിച്ചു എന്നുള്ളതാണോ ഇവരുടെ കായിക മന്ത്രാലയം ചെയ്യുന്നത്? കാർഷിക മേഖല സംഭരണയിൽ വളർച്ചയുണ്ടായോ? ഉൽപ്പാദനക്ഷമതയിൽ വളർച്ചയുണ്ടായോ? പച്ചക്കറി ആയിക്കോട്ടെ, റബ്ബറായിക്കോട്ടെ, കേര കർഷകരായിക്കോട്ടെ, നെൽകർഷകരായിക്കോട്ടെ, മത്സ്യ കർഷകരായിക്കോട്ടെ, ഏത് മേഖല ഇവർ രക്ഷപ്പെട്ടിരിക്കണേ? ക്ഷീര വ്യവസായ മേഖല ഏത് കർഷകനാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്? ഇനി വനം വകുപ്പ് എന്ന് പറയപ്പെടുന്നൊരു വകുപ്പുണ്ട്. തലകുനിക്കില്ലേ കേരളം? യഥാർത്ഥ PSC അവരല്ലേ? ചക്കക്കൊമ്പനല്ലേ PSC മെമ്പർ? അരിക്കൊമ്പനല്ലേ PSC മെമ്പർ? കാട്ടുപന്നിയല്ലേ PSC മെമ്പർ? കാട്ടുപോത്തല്ലേ PSC മെമ്പർ? അവരിങ്ങനെ കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക, കുത്തുക, കൊല്ലുക. കൊല്ലുമ്പോൾ ഒരു ഗുണവും പരഗുണവും ഇല്ലാത്ത ആ വകുപ്പ് നേരെ ചെല്ലുക, 10 ലക്ഷം രൂപയും കൊടുക്കുക, ഒരു ജോലിയും കൊടുക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ PSCയുടെ പണി ഒരു കുടുംബത്തെ അനാഥത്വത്തിലേക്ക് ആക്കിയിട്ടെടുക്കുന്നത് ഈ മൃഗങ്ങളല്ലേ? അത് കേരളം തല താഴ്ത്തേണ്ട വിഷയമല്ലേ? ആരോഗ്യ മേഖല നോക്കൂ, കത്തര മറന്നു വയ്ക്കുന്ന കേരളമാണ്. ഒരു ഡോക്ടർമാർ കത്തര മറന്നു വയ്ക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. കൂട്ടിരിപ്പിന് പോകുന്ന സമയത്ത് ചെമിര് വീണ് ആൾ മരിക്കുകയാണ് കേരളത്തിനകത്ത്. ഭാര്യയും ഭർത്താവും കൂടി ചെല്ലുമ്പോൾ ഡോക്ടറില്ലാതെ, നേഴ്സില്ലാതെ ഹൃദയാഘാതം വന്ന ഭർത്താവ് മരിച്ചു വീണ് CCTVയിൽ നമ്മൾ കാണുക. തെരുവുനായകൾക്ക് എന്ത് CPM, എന്ത് കോൺഗ്രസ്, എന്ത് BJP? അവന് പ്രാന്ത് വന്ന് കടിക്കാൻ വരുമ്പോൾ ഇൻകുലാബ് സിന്ദാബ വിളിച്ച് അവൻ തിരിച്ചു പോകുമോ? അവന് പ്രാന്ത് വന്ന് കടിക്കാൻ നിൽക്കുന്ന സമയത്ത് നീലപ്പതാകയോ കോൺഗ്രസിൻ്റെ മൂവർണ്ണ പതാകയോ വീശിക്കഴിഞ്ഞാൽ പട്ടി തിരിച്ചു പോകുമോ? BJPയുടെ പതാക വീട്ടിൽ തിരിച്ചു പോകും? ഇല്ലല്ല, അതിന് പ്രാന്ത് വന്നത് കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ മരുന്ന് വേണ്ടേ? ആ മരുന്ന് മെഡിക്കൽ കോളേജിലുണ്ടോ? അപ്പോൾ അത് കടിക്കാതെ നോക്കണ്ടേ? തെരുവുനായകളെ ഭയപ്പെട്ടിട്ട് ഈ 3 ദിവസം മുൻപ് നമ്മുടെ എരുമപ്പെട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തൊട്ടപ്പുറത്തെ 4 പഞ്ചായത്ത് അപ്പുറമുള്ള പഞ്ചായത്താണ്. ഒരമ്മയുടെ മുഖം കടിച്ച് വികൃതമാക്കിയെന്ന്. സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പറ്റുമോ? ട്യൂഷന് പോകാൻ പറ്റുമോ? പള്ളിയിൽ പോകാൻ പറ്റുമോ? അമ്പലത്തിൽ പോകാൻ പറ്റുമോ? മോസ്കിൽ പോകാൻ സാധിക്കും? പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു കടിക്കുകയല്ലേ? അതിനൊരു 4 മുഴം ചൂടിക്കയറ് കാലുമ്മ കെട്ടി വലിച്ചു മാറ്റി അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് മാറ്റി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത സർക്കാരിനെ എന്ത് തുടർഭരണം കൊടുക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളും ഞാനും രാഷ്ട്രീയം മറന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങുക. ഏത് കുടുംബത്താണ് ഭയപ്പാടോടുകൂടിയുള്ള അമ്മമാരില്ലാത്തത്? കാരണം എന്താ? കഞ്ചാവ്, മയക്കുമരുന്ന്, ഗുളികകൾ, MDMA, RDMA, EDMA എന്നും പറഞ്ഞിട്ട് പിള്ളേരിങ്ങനെ നിരന്ന് നിന്ന് യുവതലമുറ നശിക്കുകയല്ലേ? എന്താ സർക്കാർ എടുത്ത തീരുമാനം? സർക്കാരിൻ്റെ നിലപാടെന്താ? ആഭ്യന്തര വകുപ്പ് ഗംഭീരമാണെന്ന് പറഞ്ഞിരിക്കണം. ഇന്ന് കരുനാഗപ്പള്ളിയിലും നടു റൂട്ടിൽ വെട്ടിക്കൊല്ലുക. കേരളത്തിലെ സകല സ്ഥലത്ത് ബോംബിട്ട് കൊല്ലുക, വെട്ടിക്കൊല്ലുക, കാറിടിച്ച് കൊല്ലുക, ഓടിച്ചിട്ട് കൊല്ലുക, അച്ഛൻ അമ്മയെ കൊല്ലുക, അമ്മ അച്ഛനെ കൊല്ലുക, ചേട്ടൻ ചേച്ചിയെ കൊല്ലുക, ചേച്ചി ചേട്ടനെ കൊല്ലുക, കാമുകൻ കാമുകിയെ കൊല്ലുക, കാമുകി കഷായത്തിൽ കാമുകനെ കൊല്ലുക. എവിടെയാണ് കേരളം? പത്രം വായിക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് എവിടെയാണ് തുടർഭരണത്തിന് ഒരു ചാൻസ് വേണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധ മലയാളി എന്താണ് എങ്ങനെയാണ് ഇതിനെടുക്കേണ്ടത്? അടിസ്ഥാന വർഗത്തിന് ഇവർ പറയുന്നത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നു. അതിനകത്ത് മറ്റൊരു മേഖലയില്ലേ, മറ്റൊരു ഭാഗം ഞാൻ പറയുമ്പോൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. കേരളത്തിൽ ആ ഒരു വിഭാഗം വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും ശരി ക്ഷേമ പെൻഷൻ കൊടുക്കട്ടെ. എന്താണ് സർക്കാർ ആയതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാവി തലമുറ കൂടി മാസാമാസം സർക്കാരിൻ്റെ ഔദാര്യപ്പണമായിട്ടുള്ള 2000 രൂപയ്ക്കും 1600 രൂപയ്ക്കും വരി നിൽക്കണമെന്നാണോ? മറിച്ച് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സാധാരണക്കാർ, മിടുക്കന്മാരായി പഠിച്ചവരാഗ്രഹിക്കുന്നത് എന്താ? 2000 രൂപയുടെ ഔദാര്യ പെൻഷൻ വേണ്ടെന്നേ. 2 ലക്ഷം രൂപ തൊഴിലെടുത്ത് തൊഴിൽ മേഖല ചെയ്ത് കൃത്യമായ അവരുടെ സ്കില്ലെടുത്ത് അവരുടെ തലച്ചോറിനെ ഈ നാട് ഉപയോഗിച്ച് 2 ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കട്ടെ സർക്കാർ. ആ കൊടുത്താൽ ഒരു സംശയവും വേണ്ട, അവർക്കൊരു ക്ഷേമ പെൻഷനും വേണ്ട, അവർ കൃത്യമായിട്ട് കുടുംബവും സമൂഹമൊക്കെ അവർ നോക്കിക്കോളും. ആ രീതിയിലേക്കൊന്നും സർക്കാർ സമൂഹത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ ബി ജെ പിയുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്നെ എത്ര സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത്തവണ? നോക്കൂ, ഞാനിപ്പോൾ കോൺഗ്രസ് ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടു 110 സീറ്റ്, CPM പറയുന്നത് കേട്ടു 100 സീറ്റുകൾ. എങ്ങനെയാണ് ജനം ചിന്തിച്ചിരിക്കുന്ന കാര്യം? ജനം വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ
അവരുടെ മേലെ കയറിപ്പോയിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് 100 കിട്ടും, ഞങ്ങൾക്ക് 110 കിട്ടും എന്ന് പറയപ്പെടുന്നത് തികച്ച അഹങ്കാരമല്ലേ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. 10 വർഷക്കാലത്തെ പ്രോഗ്രസ് കാർഡ് പിണറായി വിജയൻ സർക്കാർ ചെയ്തതും പ്രതിപക്ഷത്തിരിക്കുന്ന ഇവരുടെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും 12 വർഷമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ കൊണ്ട് ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും ജനം തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുന്ന നമ്പറാണ് നമ്പർ, അല്ലെങ്കിൽ നമ്മൾ അവകാശവാദം ഇല്ല ഇത്ര സീറ്റ് ജയിക്കും. ബി ജെ പിക്ക് അവകാശവാദം എന്നല്ല. ബി ജെ പി 140 നിയോജക മണ്ഡലങ്ങളിലും NDA മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്, അതിലൊരു മാറ്റമില്ല. അവിടെ ജനങ്ങളുടെ കയ്യിലാണ് ആ തീരുമാനം ഇരിക്കുന്നത്. അവരുടെ വിരൽത്തുമ്പിലിരിക്കുന്ന തീരുമാനത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എണ്ണമായി അഹങ്കാരമായിട്ട് പറയാൻ ഞാൻ തയ്യാറല്ല. UDF LDFിൻ്റെയും ഒരു കോൺഫിഡൻസ് ആണ് ഒരു 100 സീറ്റ് എത്തിക്കുന്നുള്ളത്. അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് അവർ പുറത്ത് പറയുന്നത്. BJPക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് പറയാൻ കഴിയുന്നില്ല ഇത്ര നമ്പർ എന്ന്. ഒരു സംശയമില്ലല്ലോ. അത് UDFിൻ്റെയും LDFിൻ്റെയും കോൺഫിഡൻസ് ആണെന്ന് അങ്ങ് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ജനങ്ങളുടെ അങ്ങ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അങ്ങയുടെ മനസ്സിൽ മാത്രമാണുള്ളത്. LDFിനാണോ UDFിനാണോ NDAക്കാണോ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാവുമല്ലോ. സംശയമില്ലല്ലോ. 140 നിയോജക മണ്ഡലങ്ങളും എല്ലാ പാർട്ടിയും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി, BJP മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 140 മണ്ഡലങ്ങളും LDFും UDFും NDAയും മത്സരിക്കുന്നുണ്ട്, വിജയിക്കാൻ വേണ്ടി തന്നെയല്ല. അപ്പോൾ അങ്ങനെ ഒരു മുന്നണിക്ക് 140 സീറ്റ് സ്വാഭാവികമായി ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ BJP തന്നെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഉണ്ട്. A ക്ലാസ് മണ്ഡലം, B ക്ലാസ് മണ്ഡലം, C ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയപ്പെടും. ഞങ്ങൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളിവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നു, മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നു, വിവിധ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഞങ്ങൾക്കൊരു MLA ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു MP ആണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് MLA ഇല്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള നിയമസഭയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് വാങ്ങിച്ച് വിജയിച്ചു വരുന്ന ഒരു രീതി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കണം, കേരളം ഭരിക്കണം എന്നുള്ള വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മതി. ഈ MLA എന്ന് പറയുമ്പോൾ മാറാത്തതിനി മാറുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ത്രിപുര തന്നെയാണ്. ത്രിപുരയിൽ BJP പ്രതിപക്ഷത്തിരുന്നിട്ടല്ല അധികാരത്തിലേക്ക് വന്നത്. ബംഗാളിൽ BJP വലിയ ശക്തിയായതിനു ശേഷമല്ല വലിയ പ്രതിപക്ഷമായത്. ഇന്ത്യ മഹാരാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ BJP ഭരണ സംവിധാനങ്ങളിലേക്ക് വന്നതും വലിയ പ്രതിപക്ഷമായി വന്നതുമൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ശൈലിയിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തിലും ആ ഒരു ത്രിപുര തുടരണം, അല്ലെങ്കിൽ ത്രിപുരയുടെ ശൈലിയിലേക്ക് കേരളവും വരുമെന്നുള്ളത് കൊണ്ടാണ് മാറാത്തതിനി മാറുമെന്ന് പറയപ്പെടുന്ന വലിയ കാഴ്ചപ്പാട്. അത് അങ്ങയുടെ തെറ്റായ ചോദ്യമാണ്. 10 സീറ്റിലേക്കല്ല, കേരളം ഭരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പ്രവൃത്തിയിലേക്കാണ് ഞങ്ങൾ പോകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ കയ്യിലാണ് ആ തീരുമാനം ഇരിക്കുന്നത്. ആ തീരുമാനം 12 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൃത്യമായി അവരിലേക്ക് എത്തിയതിൻ്റെ റിസൾട്ട് ഞങ്ങൾ കാക്ഷിക്കുന്നത് ഈ തവണയാണ്. എന്താണ് പ്രധാനമായും പിണറായി സർക്കാരിൻ്റെ ദൗർബല്യമായി BJP ചൂണ്ടിക്കാട്ടുന്നത്? പിണറായി സർക്കാരിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ബലം എന്താണ്? പിണറായി സർക്കാരിൻ്റെ ബലം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ തലമുറ അവർ പറയുന്നത്, ഇപ്പം ഇന്ന് ഒരു ചർച്ചയിൽ അവർ പറയുന്നത് കേട്ടു, ഞങ്ങൾ തുരങ്കപാതയുണ്ടാക്കി. അവർ പറയുകയാണ്, ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻ്റെയും അങ്ങയുടെയും തലമുറ പട്ടിണിയിലാണ്, തലമുറ കടത്തിലാണ്. ഇവർ നേട്ടങ്ങൾ നേടിയെന്ന് ഈ പോസ്റ്റർ യുദ്ധം നടത്തുമ്പോൾ ഇവരാകെ വിജയിക്കുന്നത് എവിടെയാണ്? ബാനർ പൊന്തിക്കുന്നതിലും പോസ്റ്റർ വയ്ക്കുന്നതിലും വലിയ ഹോർഡിങ്സ് പൊന്തിക്കുന്നതിലുമാണ്. ഇവർ ഒരു തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു തലമുറ കടത്തിലാവുകയാണ്. ഒരു കുട്ടിയുള്ള ആൾക്ക് രണ്ടാമത്തെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടെന്നേ. പക്ഷെ പ്രശ്നം, രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ബീജാവാപം നടത്താൻ അവന് ധൈര്യമില്ല. ആ കുട്ടിയും കടത്തിലേക്ക് പ്രസവിച്ചു വീഴുകയാണ് കേരളത്തിൽ. ഈ ഒരു തുരങ്കപാത പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ഭാവി തലമുറ കൂടി കടത്തിലാവുന്നു എന്നുള്ളതാണ്. ഒരു പാലം അപ്പുറത്ത് പണിയണു എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ തലമുറ കൂടി പട്ടിണിയിലാവുകയാണ്. ഇവരുടെ ആരോഗ്യമന്ത്രിയായിരുന്ന PP കിറ്റും മാസ്കും മരുന്നുകളും ഇരട്ടി കാശിന് മേടിക്കുമ്പോൾ മറ്റൊരു കുട്ടി കൂടി കടക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ ഇവർ നടത്തി എന്ന് പറയപ്പെടുന്ന പ്രവൃത്തി കേരളത്തിൻ്റെ ഉൽപ്പാദകക്ഷമത വർദ്ധിപ്പിച്ച് കേരളത്തിനെ സ്വയം പര്യാപ്തതയാക്കിയിട്ടാണ് ഇവർ വർത്തമാനം പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. നാട് മുഴുവൻ നടന്ന് കടം മേടിച്ചിട്ട് എല്ലാം കടം മേടിച്ച് എല്ലാം കിട്ടാവുന്നിടത്ത് മുഴുവൻ വാങ്ങിച്ചിട്ട് അത് മുഴുവൻ PR വർക്കിന് ഉപയോഗിച്ച് അതെൻ്റെ നേട്ടമാണെന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മയെ നേട്ടമായി അംഗീകരിക്കാൻ സൗകര്യമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. UDFിൻ്റെ പ്രധാനമായിട്ടുള്ള ദൗർബല്യം എന്തൊക്കെയാണ്? UDFിനെയും LDFിനെയും ഒരുമിച്ച് എതിർക്കേണ്ടി വരികയാണല്ലോ NDAക്ക്. രണ്ട് മുന്നണികൾ അത് കേരളത്തിനകത്ത് ഒരു ചക്കുളത്തി പോരാട്ടം ഇവർ നടക്കുന്നത് കൃത്യമായിട്ട് ജനങ്ങളെ പറ്റിക്കാനല്ലേ. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ INDA മുന്നണിയിലെ ഇടതുപക്ഷമല്ലേ, കൃത്യമായ ഇടതുപക്ഷമല്ലേ, കൃത്യമായ വലതുപക്ഷം കോൺഗ്രസ് അല്ലേ നയിക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കൂടെ തന്നെയല്ലേ CPM ഉള്ളത്. രാജസ്ഥാനിലെ ശിക്കാർപൂരിലെ ഇവർ വിജയിച്ചത് എങ്ങനെയാണ്?
CPM-ന് കോൺഗ്രസ് കൊടുത്ത ഔദാര്യ സീറ്റല്ലേ, അതിലല്ലേ അവർ ജയിച്ചു വന്നത്. അപ്പോൾ കോൺഗ്രസും CPM-ഉം ഒരേ നിലപാടല്ലേ. ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചതല്ലേ ഇടതുപക്ഷം, ഇന്ന് വലതുപക്ഷം കൂട്ടുപിടിക്കുന്നു. ഈ PDP-യെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും വേദിയിലിരുത്തി മദനിക്ക് വേണ്ടി ജയ് വിളിച്ചവരല്ലേ, ഇന്ന് ഇപ്പുറത്ത് കൂടുകയല്ലേ. ഇപ്പുറത്ത് കൂടുന്ന സമയത്ത് വർഗീയവാദികളാണെന്നുള്ള ബോധ്യം ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ വർഗീയവാദികളെ ആദ്യം പുലുകിയവരാണവർ. അപ്പോൾ വർഗവാദങ്ങളും ഏറ്റവും കൂടുതൽ വർഗീയത ഭക്ഷിച്ച് അതുടുത്ത് അത് വിസർജിക്കുന്ന ആ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒറ്റക്കെട്ടായിട്ട് എതിർക്കണ്ടേ. അവരൊരു നുഖത്തിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, അവരെ രണ്ടായിട്ട് കാണാൻ പറ്റില്ല, ഒന്നായിട്ട് കാണാൻ പറ്റും. തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂർ MP ഒരു സിനിമാ താരം കൂടിയാണ്. ആ തരത്തിലാണ് സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പൊതുപ്രവർത്തകൻ്റെ രീതിയിലല്ല അദ്ദേഹം ജനങ്ങളെ ഡീൽ ചെയ്യുന്നതും ജനങ്ങളോട് പെരുമാറുന്നതും എന്ന വിമർശനമുണ്ട്. അത് നിലനിൽക്കെ തൃശ്ശൂരിൽ ഈ പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു നേട്ടം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? 100% ഉണ്ടല്ലോ. അതിനു മുൻപ് അങ്ങ് പറഞ്ഞു തൃശ്ശൂരിലെ പാർലമെൻറ്റ് MP ഒരു രാഷ്ട്രീയക്കാരനല്ല, പൊതുപ്രവർത്തകനല്ല. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാരൻ എന്ന ടാഗ് ലൈൻ വെച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ ആ കൺവെൻഷണൽ രീതി അത് നമ്മൾ മാറ്റണ്ടേ? സുരേഷ് ഗോപി ഈ തവണ MP ആയതും അതിൻ്റെ തൊട്ട് മുൻപുള്ള 5 വർഷവും തൃശ്ശൂർ നേഴ്സ് ചെയ്ത ആളാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിന് ഒപ്പം കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും കൃത്യമായ ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭ MP ആയിരുന്ന സമയത്തും അതിനു മുൻപും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ. എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുൻ MP-യെ കണ്ടപ്പോൾ അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. അദ്ദേഹം ഓടി വന്നിട്ട് എൻ്റെ ഇവിടെ ഈ ഭാഗം നോക്കിയിട്ട് ഒറ്റയടി അങ്ങ് എന്താ വിശേഷം 1000 പേരെ കണ്ട 1000 പേരെ ആൾ ഇരിക്കും. എന്താ വിശേഷം എന്ന് ചോദിക്കും. എല്ലാ കല്യാണ വീട്ടിലും ആൾ ചെല്ലും, എല്ലാ മരിച്ച വീട്ടിലും ആൾ ചെല്ലും, എല്ലാ 16 അടിയന്തരത്തിനും ആൾ ചെല്ലും. അതല്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. ഹൈമാസ്റ്റിൽ വിളക്ക് വയ്ക്കലല്ലോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വലിയ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്. പകരം സുരേഷ് ഗോപി ജയിച്ചു വന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ MP ആക്കിയവർക്ക് തലകുനിക്കേണ്ടി വരില്ല. കാരണം തൃശ്ശൂരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൽ കൃത്യമായ പങ്കാളിത്തം ഉണ്ടാകണം. മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചളിവാരി എറിയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? 19 MP-മാർ വേറെ ഇല്ല ഇവിടെ. എന്താ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് മാത്രം? ആ 19 ആളും ചെയ്ത പ്രവർത്തികളും സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തികളും നമുക്ക് തുലനം ചെയ്ത് നോക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തിയുടെ വാല്യൂ പറയും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആദ്യം വേണം. ഇതിന് മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും MP-മാർ തൃശ്ശൂരിനെ അനാഥത്വത്തിലേക്ക് വലിച്ചിട്ടു. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനം സുരേഷ് ഗോപി നടത്തുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. ഇപ്പോൾ കോർപ്പറേഷൻ തിരുവനന്തപുരം വന്നു. ടു ബി ഫ്രാങ്ക്, ഞാൻ സുരേഷ് ഗോപി ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഫാക്ടർ അല്ല BJP-ക്ക് തൃശ്ശൂരിൽ. അതെങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റും? സുരേഷ് ഗോപി BJP-യുടെ MP-യാണ്, BJP-യുടെ മന്ത്രിയാണ്. തൃശ്ശൂരിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, തൃശ്ശൂരിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അത് റോഡിൻ്റെ കാര്യം, തോടിൻ്റെ കാര്യം, വെള്ളത്തിൻ്റെ കാര്യം, വെളിച്ചത്തിൻ്റെ കാര്യം, അന്നത്തിൻ്റെ കാര്യം, പാർപ്പിടത്തിൻ്റെ കാര്യം, തൊഴിലിൻ്റെ കാര്യം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ കാര്യം, അത് കിസാൻ സമ്മാൻ നിധിയുടെ കാര്യമായിക്കോട്ടെ, വിള നഷ്ടപ്പെട്ടാൽ ഫസൽ ബീമാ യോജന കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും കൃത്യമായ കയ്യൊപ്പുണ്ടെന്നേ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ മുഖം എങ്ങനെയായിരിക്കും ഒരു കൊല്ലം കഴിഞ്ഞാൽ? എങ്ങനെയാണ് ഗുരുവായൂരത്തെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്? എങ്ങനെയാണ് ചാവക്കാട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും വികസനം നടത്തുന്നത്? കൊല്ലത്ത് പോകാറില്ലേ? തിരുവനന്തപുരത്ത് പോകാറില്ലേ? വടകര പോയിട്ടില്ലേ? വടക്കാഞ്ചേരി പോയിട്ടില്ലേ? ഷൊർണൂർ പോയിട്ടില്ലേ? അങ്ങനെ അക്കമിട്ട് ആലപ്പുഴ അടക്കം ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ 500 കോടി 400 കോടി 600 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ശൈലിയിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്. നാഷണൽ ഹൈവേസ് ചെറുതാണ്. 1,40,00,000 രൂപ ഗ്രാമീണ പദ്ധതികളടക്കം ഈ കേരളത്തിന് കൊടുത്ത് കേരളത്തിന് നരേന്ദ്രമോദിക്ക് കേരളം വോട്ട് ചെയ്തിട്ടല്ലല്ലോ. സുരേഷ് ഗോപി മാത്രമല്ലേ MP ഉള്ളൂ. എന്നിട്ട് കേരളത്തെ ചേർത്ത് പിടിക്കാതിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി നെഗറ്റീവാണ് എന്ന് ചോദിക്കുന്നത് അത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നൊരു നറേറ്റീവാണ്. സുരേഷ് ഗോപി ഞങ്ങളുടെ പോസിറ്റീവാണെന്ന് മാത്രമല്ല, ഈ തൃശ്ശൂർ പാർലമെൻറ്റിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെയാണ്. സുരേഷ് ഗോപിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി തന്നെയാണ്. ഒരു സംശയ കാര്യത്തിന് BJP-ക്ക് എത്ര സീറ്റ് ഉറപ്പായും ലഭിക്കും എന്ന് വിശ്വാസമുണ്ട്? BJP കേരളത്തിൽ ഇപ്പോൾ സീറ്റില്ലാത്തൊരു പാർട്ടിയാണ്. BJP കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, രാഷ്ട്രീയമായി തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട്, ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള, അതായത് ആയുഷ്മാൻ ഭാരതിൻ്റെ, അതേപോലെ തന്നെ ഫസൽ ബീമാ യോജനയുടെ, സ്റ്റാർട്ടപ്പിൻ്റെ,
വിശ്വകർമ്മ അഭിയാനുണ്ട്, അതേപോലെ മേക്ക് ഇൻ ഇന്ത്യയുടെ, അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ, അതേപോലെ MSMEയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ, ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകളുമായിട്ടും BJP സംവദിക്കുന്നുണ്ട്. BJP അവരുമായിട്ട് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, അവരുമായിട്ട് സമ്പർക്കത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു വലിയ ഒരു മാറ്റം BJPക്ക് ഉണ്ടാവുമെന്നും കൃത്യമായിട്ടുള്ള ഒരു മാർജിനോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം BJPയുടെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതും BJPക്ക് ഉറപ്പാണ്. കാരണം BJP അടിത്തട്ടിൽ പ്രവർത്തിച്ച് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകളെ പരിപൂർണമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയപ്പെടുന്നതും ആ രഹസ്യം എന്ന് പറയപ്പെടുന്നതും ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞാൽ പിന്നെ BJPക്ക് രഹസ്യമില്ലാതെയായി പോലെ. ഈ BDJS എന്ന ഘടകകക്ഷിയുടെ ഉദ്ദേശിച്ചത്ര ഗുണം ഉണ്ടായിട്ടുണ്ടോ NDAയിൽ വന്നതിന് ശേഷം? കാരണം വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അവർക്കുണ്ട്. BDJS എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ ഉദ്ദേശിച്ച ഗുണമെന്ന് പറഞ്ഞാൽ NDA എന്ന് പറയപ്പെടുന്നൊരു മുന്നണി സംവിധാനം ഒരു മുന്നണി സംവിധാനമാക്കി മാറ്റുന്നതിൽ BDJSന് വലിയൊരു സ്ഥാനമുണ്ട്. BDJS ആയിക്കോട്ടെ, ഇപ്പോൾ നിലവിൽ വന്ന 2020 ആയിക്കോട്ടെ, മറ്റ് വിവിധ ഘടകകക്ഷികളായിക്കോട്ടെ, ഈ ഘടകകക്ഷികളൊക്കെ BJPയുടെ ശക്തി തന്നെയാണ്. BDJSന് വിചാരിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച അത്രയെന്നല്ല, അതിന് മേലെ BJP സ്ഥാനാർത്ഥികളെ സഹായിക്കാനും NDA മുന്നണിയെ മുന്നോട്ട് നയിക്കാനും സാധിച്ചിട്ടുണ്ട്. സംശയലേശമെന്നെ പറയാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സീറ്റ് മോഹികളോ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവരോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണന ലഭിച്ചില്ല എന്ന് LDF നിന്ന് UDFിലേക്കും, UDF നിന്ന് LDFിലേക്കും, CPM നിന്ന് UDFിലേക്കും സ്വതന്ത്രനാകുന്നു പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ. അങ്ങനെ ഏതെങ്കിലും UDFിൻ്റെയോ LDFിൻ്റെയോ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ട് ഇത് രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയത്തിനകത്ത് സ്ഥിരം ശത്രുക്കളുമില്ല, സ്ഥിരം മിത്രങ്ങളും ഇല്ല എന്ന് നമ്മളെപ്പോഴും പറയാം. അപ്പോൾ രാഷ്ട്രീയത്തിനകത്ത് അങ്ങോട്ട് വരലും ഇങ്ങോട്ട് വരലൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പൊതുവേ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തുനിന്നും വലതുപക്ഷത്തുനിന്നൊക്കെ വരുന്നുണ്ട്. BJPയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്, പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവരുടെ പ്രവർത്തനത്തിന് വേണ്ടത്ര വില അവിടെ കൽപ്പിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നിടത്ത് അവർ ചിലപ്പോൾ നമ്മളുമായിട്ട് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഇനി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരാൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം തെറ്റാണ്. ഒരു കൂട്ടം ആളുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. പ്രമുഖ നേതാക്കൾ, ചെറിയ പ്രമുഖത ഒന്നല്ല, വലിയ പ്രമുഖ നേതാക്കന്മാർ സ്വാഭാവികമായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നു. അത് വലിയൊരു BJPയെ സംബന്ധിച്ച് വലിയ മൂവ്മെൻ്റാണ്. ആ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ വിജയസാധ്യതകൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആ മണ്ഡലങ്ങളിലെ വിജയസാധ്യത വലിയ മാറ്റമല്ലേ? നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ഒരു കാരണവശാലും അധികാരത്തിലെത്തിക്കാൻ തയ്യാറാകരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും ഗോവിന്ദ മാഷ്ടറുടെ നേതൃത്വത്തിലും VD സതീശനും K മുരളീധരനും നേരിട്ടിറങ്ങി ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ പ്രവർത്തിച്ചതാണ്. എന്നിട്ടും അതിനെയൊക്കെ വിജയിച്ച് BJPക്ക് വരാൻ സാധിച്ചത് 100% ജനങ്ങൾ, അതാണ് അടിവരയിട്ട് പറയേണ്ടത്, ജനങ്ങൾ BJPയിലും നരേന്ദ്രമോദിയിലും അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മോദി സർക്കാരിൻ്റെ 12 വർഷത്തെ പ്രവർത്തനത്തിൻ്റെയും ഗുണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് BJPക്ക് ആ വിശ്വാസം നിലനിർത്തി പോരാൻ VV രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട്. മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന ആ ടീം അതിഗംഭീരമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഗുണമുണ്ടാവും. തിരുവനന്തപുരം മാത്രമല്ല, BJPയുടെ അധികാരത്തിൽ വന്നാൽ BJPയുടെ പ്രാപ്തി എത്രത്തോളം ഗംഭീരമാകുമെന്നുള്ള ഒരു വലിയ ചിത്രം കൂടിയാണ് കേരളത്തിനത്. അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് സുരേഷ് ഗോപിയുടെ MP സ്ഥാനമായിക്കോട്ടെ, കേന്ദ്രമന്ത്രി സ്ഥാനമായിക്കോട്ടെ, തൃപ്പൂണിത്തുറ വിജയമായിക്കോട്ടെ, തിരുവനന്തപുരം വിജയമായിക്കോട്ടെ, എല്ലാ വിജയങ്ങളും അത് വിവിധ മണ്ഡലങ്ങളിൽ BJPക്ക് ഗുണകരമായി മാറും. ഇത് ഈ ഘടകകക്ഷികൾ വരുമ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 2020 താരതമ്യേന ശക്തമായ ചില മണ്ഡലങ്ങളുണ്ട്. അവിടെയെല്ലാം എറണാകുളം ജില്ലയിലേക്ക് ഇപ്പോൾ NDAയുടെ സീറ്റ് ഷെയറിംഗ് നോക്കുമ്പോൾ BJPയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ 2020ക്ക് സീറ്റ് നൽകുന്ന സാഹചര്യം NDAയിൽ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ പാർട്ടി പ്രവർത്തകരുടെ ഒരു മനോവീര്യത്തെ തകർക്കുമോ? ഒരു മനോവീര്യത്തെ തകർക്കില്ലെന്ന്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. NDAക്ക് കൃത്യമായിട്ടുള്ളൊരു ഘടനയുണ്ട്. ബഹുമാനായിട്ടുള്ള NDA ചെയർമാൻ എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ബഹുമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹവും NDA നേതാക്കന്മാരും എടുക്കുന്ന തീരുമാനവും സെൻട്രൽ എടുക്കുന്ന തീരുമാനവും ഞങ്ങളുടെ പാർട്ടിയുടെ കേരളം ഘടകം നോക്കുന്ന പ്രഭാരി എടുക്കുന്ന തീരുമാനങ്ങളും ഒരു സംശയവുമില്ലാതെ ശിരസാവഹിക്കാൻ നല്ല മനക്കട്ടിയുള്ളതും അതിന് തയ്യാറുള്ളതും അതിന് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇരുകയ്യുനീട്ടി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളവരുമാണ് പ്രവർത്തകർ. ഒരു കല്ലുകടി എവിടെ ഉണ്ടാവില്ല, ഒരു മുഖം ചുളിക്കലും എവിടെ ഉണ്ടാവില്ല, ഒരു മാനസിക പ്രയാസം എവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നേതൃനിരയിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്. പാർട്ടി പ്രവർത്തനം
360 ദിവസവും നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ചില അഡ്മിനിസ്ട്രേഷൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം റിട്ടയർഡ് ആയതിനു ശേഷം പെട്ടെന്ന് ബി ജെ പി വരുന്നു, ബി ജെ പി NDA അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നു. അതൊക്കെ പാർട്ടി പ്രവർത്തകർക്കുണ്ടാകുന്ന വീര്യം എത്രത്തോളം? പാർട്ടി പ്രവർത്തകർക്ക് ആത്മവീര്യം കൂടുകയല്ലേ ചെയ്യുക. കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ വരെ കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും ഉന്നത മേഖലയിലുള്ള ആളുകൾ അവർ റിട്ടയർ ആയതിനു ശേഷം BJP യിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ ഈ ആശയ പ്രത്യയശാസ്ത്രത്തെ ഇന്ന് ഇവിടെ എത്തി നിർത്തുന്ന സമയത്ത് അതിനെ പുൽകാനും അതിൽ ലയിക്കാനും അതിനെ നയിക്കാനും പ്രാപ്തിയുള്ള ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ കാലം എത്ര എടുത്ത വർക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവായിട്ടല്ലേ പൊതുസമൂഹം. 2021 വോട്ട് ഷെയറും 2026 ലഭിക്കാൻ പോകുന്ന വോട്ട് ഷെയർ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കും മിക്ക മണ്ഡലങ്ങളിലും. അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഏത് മുന്നണിക്കാണ് ഗുണം ചെയ്യുക? BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് ഗുണം ചെയ്യുക BJP സ്ഥാനാർത്ഥികൾക്കും NDA മുന്നണിക്കും. വോട്ട് ഷെയർ വർദ്ധിക്കുക മാത്രമല്ല ജയിക്കുക മാത്രം ചെയ്യാണ്. അങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ചോദ്യം എനിക്ക് മനസ്സിലായി, ഒരു സംശയവും വേണ്ട. അത് LDFനും UDFനും അല്ല ഗുണം ചെയ്യുക. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക BJPക്കാണ് ഗുണം ചെയ്യുക. NDA സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. കേരളത്തിൽ NDAയുടെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ NDAയുടെ മുഖ്യ ശത്രു എന്ന് പറയപ്പെടുന്നത് LDFും UDFും അടങ്ങുന്ന ഒറ്റ മുന്നണിയായി വർഗീയ രാഷ്ട്രീയത്തിനോട് സന്ധി ചെയ്ത് സമരസപ്പെട്ടു പോകുന്ന പിണറായി സതീശൻ കോമ്പോനോടാണ് ഞങ്ങൾ മുട്ടുന്നത്. ഒരു സംശയവും വേണ്ട, അത് ഞങ്ങൾ പരിപൂർണമായി വിജയിച്ച് കയറുക തന്നെ ചെയ്യും. BJP തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക മാത്രമല്ല വിജയിക്കുക കൂടി ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് BJPയുടെ വക്താവ് കൂടിയായിട്ടുള്ള ഉല്ലാസ് ബാബു പങ്കുവയ്ക്കുന്നത്. നമസ്കാരം.